അപ്പോ പിന്നെ അനൈന അല്ല നിഹാരിക സംസാരിക്കാൻ വേണ്ടി നിഹാരികയെ ക്ഷണിക്കുകയാണ്. നിഹാരിക പ്ലീസ്. Good evening everyone. A warm welcome to all present here. I would like to express our gratitude to Jishnu sir for joining us. Once again, welcome all. Thank you. This is my breeding experience. My name is Neharika. I am studying in 6th standard. I like birding. I saw a red wattle lapping baby hiding. Its mother was producing different sounds to protect it from enemies. Mother was chasing away some dogs. I learned that both male and female birds help each other in protecting the babies. It digs out soil deep enough to lay eggs. They rub their body on the nest. They protect nest with pebbles. Eggs are brown in color with black spots. After mating, female lays 2 to 4 eggs. They prepare similar type of nest nearby but uses only one. Usually its nest is near water bodies. As soon as egg hatches, the chick opens its eye and it can go along with its mother for fetching food. The parent bird do not feed the chick but help them in finding food. They search food in night also. They help chick till it attains full strength to fly. Thank you. താങ്ക് യു നിഹാരിക. അനൈന റെഡി ആണെങ്കിൽ അനൈനയ്ക്കും ഒരു 2 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 1 മിനിറ്റ് അനൈനയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അനൈന ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ. മോൾ അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാന് ഒരു കുഞ്ഞു പൊമ്മാനെ കണ്ടു. അത് അമ്മയുടെ അച്ഛന്റെയും കൂടെ അഴുന്നിരുന്നത്. അമ്മ പൊമ്മാനും അച്ഛൻ പൊമ്മാനും. പിന്നെ കുഞ്ഞു പൊമ്മാനെ വാ തുറക്കാതെ ശബ്ദം കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ പൊമ്മാൻ കൊണ്ടുവന്ന് കുഞ്ഞു പൊമ്മാന് തീറ്റ കൊടുത്തു. പിന്നെ കൊറേ ദിവസം കണ്ടില്ല. പിന്നെ ഒരു ദിവസം കണ്ടപ്പോ കുഞ്ഞു പൊമ്മാന് ഒറ്റക്ക് ആരുമില്ലാതെ മാവിലിരിക്കുന്നുണ്ടായിരുന്നു. കൊറേ നേരം ഇരുന്നിട്ടാണ് ഒരു മീൻ കിട്ടിയത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ പക്ഷികളുടെ ബ്രീഡിങ്ങിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി, പ്രജനനത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്
കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BEd വിദ്യാർത്ഥിയായ മട്ടന്നൂർ സ്വദേശിയായ ജിഷ്ണു കിഴക്കില്ലമാണ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. നിർമ്മലഗിരി കോളേജിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കുട്ടിക്കാലം മുതൽ തന്നെ പക്ഷി നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ജിഷ്ണു. കണ്ണൂർ ബേർഡ് അറ്റ്ലസിന്റെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മുൻപ് പക്ഷി ഫോട്ടോഗ്രാഫിയും ധാരാളമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പക്ഷികളുടെ കോൾ, ശബ്ദം വ്യക്തമായി റെക്കോർഡ് ചെയ്യുന്നതിലാണ്. ജിഷ്ണുവിനെ സ്നേഹപൂർവ്വം ക്ലാസ് എടുക്കാൻ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പരിചിതമായിട്ടുള്ള പല പേരുകളും കണ്ടു. ദീപ ഡോക്ടർ, സ്നേഹ ടീച്ചർ, VC മാഷ്, ലതിക ടീച്ചറും, പിന്നെ നമ്മളെ ആദിത്യൻ ഡോക്ടറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും പക്ഷി നിരീക്ഷണത്തിൽ പണ്ടേ ഉള്ളവരും, ആദിത്യൻ ഡോക്ടറെല്ലാം എന്താ പറയുക, കേരളത്തിലെ ഒരു എക്സ്പേർട്ട് ലെവലുള്ള ഒരു ആളാണ്. നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ള മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും ക്ഷമിക്കുകയും വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബേർഡ്സിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ബ്രീഡിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം രണ്ട് ചെറിയ കുട്ടികൾ, നിഹാരികയും അനേനയും അല്ലേ, അവർ രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് ഈ പക്ഷികളെ നിരീക്ഷിക്കുകയും അവരെ ബ്രീഡിങ് ബിഹേവിയേഴ്സ് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ച് അവരെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് നമ്മളോട് പങ്കുവച്ചു അല്ലേ. വളരെ നല്ല കാര്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ പക്ഷികളോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ ഒരു താല്പര്യം തോന്നുക, അതിനോടൊരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം എനിക്ക് 25 വയസ്സാണ് ആയത്. ഏകദേശം എൻ്റെ 6ാം വയസ്സ് മുതൽ ഞാൻ പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഫീൽഡിലോ എല്ലാം പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒന്ന് കുട്ടികളാരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്താൽ നല്ലതായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് പക്ഷികളെ കാണാൻ പോയിട്ടുണ്ടല്ലോ? പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം എൻ്റെ പക്ഷി നിരീക്ഷണത്തിലേക്കുള്ള എൻ്റെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നിങ്ങൾക്ക് എല്ലായിടത്തും സ്മാർട്ട് ഫോണെല്ലാം ഉണ്ടാവും അല്ലേ? ഞാൻ ചില പക്ഷികളെ പേര് ഇങ്ങനെ പറയും, ഇടയ്ക്ക് ഞാൻ ചില പക്ഷികളെ പേര് പറയും. അപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. കാരണം എല്ലാ പക്ഷികളെയും ഫോട്ടോ കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കാണിക്കുക എന്നുള്ളത് നമുക്ക് നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടയ്ക്ക് പറയുന്ന പക്ഷികളെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പിന്നീടത് പിന്നെ അച്ഛനമ്മമാരോട് സഹായത്തോടു കൂടി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ, ഒരു 6ാം വയസ്സിലായിരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ളൊരു പക്ഷി, നാഗമോഹൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നാണ്. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. അപ്പോൾ ഈ പക്ഷീൻ്റെ ആൺപക്ഷിയും പെൺപക്ഷിയും വേറെ വേറെ കളറുകളാണ്. ആൺപക്ഷി വളരെ സുന്ദരനായിട്ടുള്ളൊരു പക്ഷിയാണ്. നല്ല വെള്ള കളറുള്ള ശരീരവും കറുത്ത തലയും എല്ലാം ഉള്ള നീണ്ട 2 വാലുകളെല്ലാം ഉള്ള ഒരു പക്ഷിയാണ് ഈ നാഗമോഹൻ അല്ലെങ്കിൽ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം അല്ലെ, സ്വർഗം. നാഗമോഹൻ എന്നുള്ളതിന്റെ മലയാളത്തിലെ നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്, അത് വേറെ. ഇത് നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എന്നാണ്. അപ്പോൾ സ്വർഗവാതിൽ പക്ഷി എന്നും എല്ലാം നമ്മൾ നാട്ടുഭാഷയിൽ പല സ്ഥലത്തും പറയുന്ന ഒരു പക്ഷിയാണ്. കുരുത്തോലവാലൻ എന്നെല്ലാം പറയുന്നത്. ഈ പക്ഷീനെ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പക്ഷികളുടെ ലോകത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ പക്ഷി ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി. അങ്ങനെയാണ് ഞാൻ പക്ഷികളുടെ ലോകത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു താല്പര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു താല്പര്യം ഉള്ളത് വളരെ നല്ലതാണ്. അത് ജീവിതകാലം മുഴുവൻ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. സ്മാർട്ട് ഫോണിൻ്റെയും എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിലിങ്ങനെ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അതിലിങ്ങനെ മുഴുകി അങ്ങനെ ജീവിക്കുന്നതിനെ കാട്ടി നമ്മൾ ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും കുറച്ചെല്ലാം എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ പക്ഷികളെ നോക്കാനും അവരെ പ്രത്യേകതകൾ നിരീക്ഷിക്കാനും എല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ബേർഡ്സ് ബ്രീഡ് എന്നാണ്. പക്ഷികൾ എങ്ങനെയാണ് അവരുടെ പ്രജനനം
നടത്തുന്നത്, ബ്രീഡിങ്ങിനെ മലയാളത്തിൽ നമ്മൾ പ്രജനനം എന്നാണ് പറയുന്നത്. നമ്മളെ ജന്തുശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി പ്രകാരം ഞാൻ പരമാവധി സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. എന്നാലും ചില ടേംസ്, ചില വാക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പിന്നീട് അത് സംശയം തീർത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഒരു സെഷനിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു അവസരം തരാം. ഓക്കെ. അപ്പം ഹൗ ബേർഡ്സ് ബ്രീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പക്ഷികളുടെ പ്രജനന പരിപാടികൾ. പ്രജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജി, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ജീവികളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബയോളജി. ജീവികൾ മാത്രമല്ല, അതിൽ നമ്മളെ ചുറ്റുമുള്ള ചെടികളും മറ്റ് മൃഗങ്ങളും അതിനെപ്പറ്റി അതിലുള്ള പഠനമാണ് ബയോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ സുവോളജി ഉണ്ട് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പറ്റിയുള്ള പഠനം. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം പക്ഷികളും പിന്നെ സസ്തനികളും എല്ലാം വരുന്നതാണ് സുവോളജി എന്ന് പറയുന്നത്. അപ്പോൾ സുവോളജിയിലുള്ള ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് അത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെ നിർവചനം എന്ന് പറയാം. അപ്പോൾ ബ്രീഡിങ് എന്ന് അല്ലെങ്കിൽ പ്രജനനം എന്ന് പറയുമ്പോൾ അതിൽ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജന്തുശാസ്ത്രത്തിൽ എന്താന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത്. ഇപ്പം മനുഷ്യരുടെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളല്ലേ ഇപ്പോൾ ചെറിയ കുട്ടികളാണല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു 10, 25, 30 വയസ്സെല്ലാവുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങളോട് നിങ്ങളെ അച്ഛനമ്മമാർ പറയും കല്യാണം കഴിക്കാൻ പറയും അല്ലേ. കല്യാണം കഴിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന അല്ലെ പ്രേമം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം പ്രേമിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ പറയുന്ന ഒരാളെയോ നമ്മൾ കണ്ടുപിടിച്ച് അല്ലെ, നമ്മുടെ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ നമ്മൾ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുകയും നമുക്ക് കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയുക റീപ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ പക്ഷികൾക്കും ഇതുണ്ട്. പക്ഷേ പക്ഷികൾ മനുഷ്യന്മാരെ പോലെ ആണോ? കുറേയെല്ലാം കാര്യം നമ്മൾ ഒരേപോലെയാണല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗം തന്നെയാണ്. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ബുദ്ധി ഉള്ളത് എന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്നു. അപ്പം പക്ഷെ നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മൾ വീട് വെക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി നോക്കും അല്ലെ. ഇപ്പം പശു ആണെങ്കിൽ പുല്ല് തിന്നിട്ട് ജീവിക്കും. അല്ലെങ്കിൽ പക്ഷികളെല്ലാം അവരെ ചുറ്റുപാടിൽ നിന്ന് ഭക്ഷണവും എല്ലാം കണ്ടുപിടിച്ച് അവരെ ജീവിതം നയിക്കും. പക്ഷെ മനുഷ്യന്മാരെങ്ങനെയാണെന്ന് നമുക്ക് വെറുതെ അല്ലെ, നമ്മളെ ചുറ്റുപാടുള്ള സാധനങ്ങളെല്ലാം മറ്റ് ജീവികളെ പോലെ കണ്ടുപിടിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ചോറാണെങ്കിൽ അത് നെല്ല് കുത്തി അരി വേവിച്ച് കഞ്ഞിയോ ചോറോ ആയിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്. എന്നാലും പല കാര്യത്തിലും നമ്മളുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ പക്ഷികളിലും അവരുടെ ഒരു പ്രായപൂർത്തി എത്തുമ്പം പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് നമുക്കിപ്പോൾ ഒരു വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശം എന്നെല്ലാം പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 18 വയസ്സാകുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം അല്ലേ. നമ്മളെ മന്ത്രിമാരെ എല്ലാം തിരഞ്ഞെടുക്കാനും അതിനുള്ള നമുക്ക് അവകാശം കിട്ടുന്നത് 18 വയസ്സായതിനു ശേഷം. അപ്പോൾ 18 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവും എന്നുള്ളതാണ് അതിൻ്റെ നമ്മളെ ഒരു ചിന്താഗതി. നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ പക്ഷികൾക്കും അവർ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷികളും അവരെ ബ്രീഡിങ്ങിലേക്ക് കടക്കും. ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളുടെ ബ്രീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം നമുക്ക് പൊതുവെ നമ്മളെ പ്രകൃതിയിൽ ആൺ പെൺ എന്നിങ്ങനെ 2 വിഭാഗക്കാരാന്നുള്ളത് അല്ലേ. അപ്പോൾ പക്ഷികളിൽ പക്ഷികൾ അവരുടെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ അല്ലെ, ഇപ്പം നിങ്ങളെ ചെറിയ കുട്ടികളാണ്, അതുപോലെ പക്ഷികളിൽ ചെറിയ കുട്ടികളുണ്ട് അല്ലെ, വലിയ ആൾക്കാരുണ്ട്. അപ്പൊ ഈ പക്ഷികൾ വലുതായി വലിയ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പറയാം അല്ലെ. അപ്പൊ വലിയ പക്ഷികളായി തീരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഒരു ആൺപക്ഷിയാണെന്ന് എനിക്ക് തോന്നും, എനിക്കൊരു കൂട്ട് വേണം, ഒരു പെൺപക്ഷിയെ കൂട്ടായിട്ട് വേണം എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ പെൺപക്ഷി തിരിച്ചും വിചാരിക്കൂലേ, എനിക്കും ഒരു കൂട്ടുകാരൻ വേണമെന്ന് പെൺപക്ഷിയും വിചാരിക്കും. അങ്ങനെ ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ എന്ത് ചെയ്യും? നമ്മളെ മനുഷ്യന്മാർ കല്യാണം കഴിക്കുന്ന പോലെ അല്ലെ, അവര് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കല്യാണം കഴിക്കും അല്ലെ. കല്യാണം എന്നെല്ലാം പറയുന്ന മനുഷ്യന്മാരുടെ ഒരു സമ്പ്രദായമാണ്. അപ്പം അവരങ്ങനെ എന്ത് ചെയ്യും? കൂട് കൂട്ടുന്നു, മുട്ടയിടുന്നു, പുതിയ കുട്ടികളുണ്ടാവുന്നു, അവരിതേപോലെ തന്നെ വലുതായി അടുത്ത തലമുറ, ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലെ. മനുഷ്യന്മാർക്കെല്ലാം ഉള്ള പോലെ തന്നെയാണ് പക്ഷികൾക്കും സൈക്ലിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ പക്ഷികളുടെ പ്രജനനം അല്ലെങ്കിൽ ബ്രീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പക്ഷികളുടെ പ്രജനനം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അവരുടെ
കൂടിനെ പറ്റിയായിരിക്കും അല്ലെ. ഇപ്പം നിങ്ങൾ രണ്ട് ചെറിയ കുട്ടികൾ ഇവിടെ പറഞ്ഞു, പൊന്മാന്റെ അല്ലെ, പൊന്മാനെ പറ്റിയും പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുട്ടി പറഞ്ഞത് തിത്തിരി പക്ഷീനെ പറ്റിയാണ്, ചെങ്കണ്ണി തിത്തിരിനെ പറ്റിയാണ് അവർ പറഞ്ഞതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച മാടായിപ്പാറയിൽ ഒരു പക്ഷി നിരീക്ഷണത്തിന് വേണ്ടി പോയ സമയത്ത് ഈ ചെങ്കണ്ണി തിത്തിരിൻ്റെ ഒരു കൂടും മുട്ടയും എല്ലാം കാണുകയുണ്ടായി. അപ്പം കൂടിനെ പറ്റി പറയുന്നതിന് മുമ്പ് അതിൻ്റെ മറ്റ് ചില സ്വഭാവ സവിശേഷതകൾ, പക്ഷികളുടെ ചില ബ്രീഡിംഗ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രജനന കാലത്തെ ചില സ്വഭാവ സവിശേഷതകളെ പറ്റി പറയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ പക്ഷികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളർച്ചയെത്തി അവർക്കൊരു കൂട്ട് വേണം എന്ന് തോന്നുന്ന കാലത്ത് അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺപക്ഷിയായാലും പെൺപക്ഷിയായാലും ഇവർക്ക് പ്രകൃതിയിൽ അല്ലെ, നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ കാണുന്നു. ഇപ്പം നിങ്ങൾ കുളക്കൊക്കിനെ കണ്ടവരുണ്ടോ? ഇന്ത്യൻ പോണ്ട് ഹെറോൺ അല്ലെങ്കിൽ കുളക്കൊക്ക് എന്ന് പറയുന്ന പക്ഷിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കുറെ തവണ ഫീൽഡിൽ പോയതല്ലേ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നല്ല മിടുക്കി കുട്ടി. അപ്പോൾ ഈ കുളക്കൊക്കിനെ അതിൻ്റെ സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തെല്ലാം കുളക്കൊക്ക് എന്ന് പറയുന്ന പക്ഷീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പക്ഷികളെ പുസ്തകത്തിലെല്ലാം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊറി പിടിച്ച പോലെ ഉണ്ടാവുക, ഒരു തവിട്ട് നിറായിട്ട് ഒന്നും കാണാൻ ഒട്ടും രസമില്ലാത്ത ഒരു പക്ഷിയാണ് ഈ കുളക്കൊക്ക് എന്ന് പറയുന്നത്. ഇന്ത്യൻ പോണ്ട് ഹെറോൺ ആർഡിയോള ഗ്രായി എന്ന് പറയുന്ന ഈ പക്ഷി അതിൻ്റെ നോൺ ബ്രീഡിങ് കാലത്ത് അല്ലെങ്കിൽ പ്രജനന കാലമല്ലാത്ത കാലങ്ങളിൽ കാണാൻ പ്രത്യേകിച്ച് വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു പക്ഷിയാണ് അല്ലേ. ആ പക്ഷിയുടെ കാഴ്ചപ്പാടിൽ എന്താ ഭംഗി ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്താണ് മയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ എന്താണ് നല്ല സുന്ദരമായിട്ടുള്ളൊരു പക്ഷി അല്ലേ, നല്ല നീല നിറവും പീലിയെല്ലാം ഉള്ളൊരു പക്ഷിയാണ് മയിൽ. മയിലിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ കുളക്കൊക്കിൻ്റെ ഈ ഒരു വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ പക്ഷികളെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരു ചൊറി പിടിച്ച പോലെയുള്ള കളറാണ് പൊതുവെ അവർക്കുള്ളത്. എന്നാൽ ഈ കുളക്കൊക്കിൻ്റെ പ്രജനന കാലം അല്ലെങ്കിൽ അത് കൂട് കൂട്ടി മുട്ടയുണ്ടാക്കുന്ന കാലം, ഇനി ഞാൻ പ്രജനന കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൂട് കൂട്ടി പക്ഷി മുട്ടയിടുന്ന കാലം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബ്രീഡിംഗ് സീസൺ അല്ലെങ്കിൽ പ്രജനന കാലം. അപ്പോൾ ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ കുളക്കൊക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ചൊറി പിടിച്ച പോലെയുള്ള ആ തൂവലെല്ലാം അങ്ങ് മാറി അവരതെല്ലാം അങ്ങ് പൊഴിച്ച് കളയും. എന്നിട്ട് പുതിയ സുന്ദരമായിട്ടുള്ള തൂവലുകൾ, ഞാൻ ചെറിയൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ നിങ്ങൾക്ക് പ്രജനന കാലത്തുള്ള കുളക്കൊക്കിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ ചില പക്ഷികൾക്കെല്ലാം എൻ്റെ പ്ലൂമേജ് എന്നാ പറയുക. പ്ലൂമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇതുവരെ പ്ലൂമേജ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പ്ലൂമേജ്? ഹലോ, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. പ്ലൂമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ മൊത്ത തൂവലുകളുടെ ഒരു കൂട്ടത്തിന്, അല്ലെങ്കിൽ സാധാരണ ഒരു പക്ഷിയെ നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുന്നത്, ഇപ്പൊ ഒരു കോഴിയാണെങ്കിൽ അതിനൊരു തലയിലൊരു ചെറിയ കിരീടവും പിന്നെ ശരീരത്തിൽ പല തരത്തിലുള്ള കളറുള്ള തൂവലുകളും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിന് ആ മൊത്തത്തിലുള്ള രൂപം അല്ലെങ്കിൽ തൂവലുകളുടെ മൊത്തത്തിലുള്ള ഒരു നിറം, അതിനെല്ലാം കൂടിയിട്ട് നമ്മൾ പ്ലൂമേജ് എന്ന് പറയും. അപ്പം ബ്രീഡിംഗ് പ്ലൂമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ അതിന്റെ പ്രജനന കാലം, അതായത് കൂട് കൂട്ടി മുട്ടയിടുന്ന കാലമാകുമ്പോൾ അതിന്റെ ഒരു ശരീരത്തിന്റെ ഒരു വേഷവിധാനം, നമുക്ക് പലതരം കുപ്പായുള്ള പോലെ അവർക്കൊരു ബ്രീഡിംഗ് പ്ലൂമേജ് വരും. ചില പക്ഷികൾക്കാണ് ഇത് വരുള്ളൂ, ചില പക്ഷികൾക്ക് എല്ലാ കാലത്തും ഒരുപോലെ. ഇപ്പൊ കാക്ക, നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന പക്ഷി കാക്കയാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യുന്ന പക്ഷി കാക്കയാണ്. അപ്പൊ കാക്കയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. മാത്രമല്ല കാക്കക്ക് അങ്ങനെ ഇന്ന കാലത്തെ കൂട് കൂട്ടാവും എന്നൊന്നുമില്ല. അങ്ങനെ ചില പക്ഷികളുണ്ട്. ചില പക്ഷികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബ്രീഡിംഗ് സീസൺ അല്ലെങ്കിൽ ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരെ എന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ചില പക്ഷികളെല്ലാം എന്ത് ചെയ്യും, അവർ കൊല്ലം മുഴുവൻ അവർക്ക് ബ്രീഡിംഗ് സീസണാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പം തോന്നുന്നു അപ്പോൾ അവർ കൂട് കൂട്ടി മുട്ടയിടും എന്ന് പറഞ്ഞ പോലെയുള്ള ചില പക്ഷികളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കോഴി ഏകദേശം കൊല്ലത്തിൽ എല്ലാ ദിവസവും മുട്ടയിടുന്ന ഒരു പക്ഷിയാണല്ലോ. അത്തരത്തിലുള്ള പക്ഷികളും ഉണ്ട്. എന്നാൽ പ്രത്യേകമായിട്ടുള്ളൊരു ബ്രീഡിംഗ് സീസണുള്ള പക്ഷികളും ഉണ്ട്. അപ്പം ഈ കുളക്കൊക്ക് പോലെയുള്ള ചില പ്രത്യേക പക്ഷികൾ, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ തൂക്കണാങ്കുരുവി എന്ന് പറയുന്ന പക്ഷികൾ. തൂക്കണാങ്കുരുവിയെല്ലാം ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ, വളരെ ഗംഭീരമായിട്ട് കൂടുണ്ടാക്കുന്ന പക്ഷികളാണ്. തൂക്കണാങ്കുരുവിയെ ഉണ്ടാവുമായിരിക്കും അല്ലെ ഈ കൂട്ടത്തിൽ, അതിന്റെ കൂടും എല്ലാം കണ്ടവരുണ്ടാ? കണ്ടിട്ടുണ്ട് മിടുക്കി. അപ്പം തൂക്കണാങ്കുരുവികളുടെ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം മഴക്കാലം. നമ്മൾ ഈ കേരളത്തിലേക്ക് ഇവര് പുറത്ത് എവിടെ നിന്നോ വരികയാണ്.
നമ്മൾ മഴക്കാലം ആവുന്ന സമയത്ത് നമ്മളൊരു ജൂണോ അല്ലെങ്കിൽ മെയ് ലാസ്റ്റിൽ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ തന്നെ നമ്മളെ ഏഴോം അല്ലെങ്കിൽ നമ്മളെ കാട്ടാമ്പള്ളി ഭാഗത്തും എല്ലാം ഈ തൂക്കാണാങ്കുരുവികൾ കൂട്ടത്തോടെ വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് തളിപ്പറമ്പിൻ്റെ അടുത്തുള്ള ഏഴോത്തെല്ലാം ഈ തൂക്കാണാങ്കുരുവികൾ കൂട്ടമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴക്കാലമാകുമ്പോഴാണ് അവർ കൂട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പം ഇവരുടെ ആൺപക്ഷികൾ നമ്മൾ മലയാളത്തിൽ പൂവൻ എന്ന് പറയും. പൂവൻ കോഴി എന്നെല്ലാം പറയുന്ന പോലെ ആൺപക്ഷികളെ നമ്മൾ പൂവൻ എന്ന് പറയുന്നു. പെൺപക്ഷീനെ പിട എന്ന് പറയുന്നത് അല്ലെ. പൂവൻ കോഴി പിടക്കോഴി എന്നുള്ള ആലോചിച്ചാൽ മനസ്സിലായി. അപ്പൊ ഈ പൂവന്മാർക്ക് അല്ലെങ്കിൽ ആൺപക്ഷികൾക്ക് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കിരീടം, പഴയ രാജാക്കന്മാരെ പറ്റിയെല്ലാം നിങ്ങൾ കഥകൾ കേട്ടിട്ടുണ്ടാവില്ല, അതുപോലെയുള്ള നല്ല ഭംഗിയുള്ള മഞ്ഞ കിരീടം വരും. മാത്രമല്ല അവരുടെ ശരീരം മൊത്തത്തിൽ നല്ല സുന്ദരമാവും. അവരുടെ ബാക്കി മറ്റ് കാലങ്ങൾ, അതായത് ഇവർ കൂടുകൂട്ടി മുട്ടയുണ്ടാക്കുന്ന മുട്ടയിടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഈ ഒരു കാലത്തിലല്ലാണ്ട് ബാക്കി സമയത്തല്ല അവരെ ശരീരത്തിലെ നിറങ്ങൾ ഇത്ര സുന്ദരമായിരിക്കൂല. അപ്പൊ അത് ഞാൻ സ്ലൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്തരത്തില് പക്ഷികളുടെ ശരീരത്തിലാണ് ആദ്യം മാറ്റം വരുന്നത്. ചില പക്ഷികളുടെ മാത്രമാണ്, എല്ലാ പക്ഷികളുടെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാക്കയുടെ ശരീരത്തിലൊന്നും നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നൂല. അപ്പം ആദ്യമായിട്ട് അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ എന്താണ് വേണ്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മളെ കല്യാണത്തിന്റെ പ്രായമായി കഴിഞ്ഞാൽ അല്ലെ, ഒരു പഠിപ്പെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയെല്ലായി ഒരു കല്യാണം കഴിക്കാമെന്ന് വീട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മളെ യുവാക്കൾക്കും എല്ലാം തോന്നുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? മാട്രിമോണി എല്ലാം ഉണ്ടല്ലേ, പത്രത്തിലെല്ലാം കൊടുക്കും, അല്ലെങ്കിൽ ബന്ധുക്കളെ വഴി ഇങ്ങനെ അന്വേഷിക്കും, എവിടെയാണ് നല്ല ചെക്കനുള്ളത്, നല്ല പെണ്ണുള്ളത് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുന്ന പോലെ തന്നെ പക്ഷികൾ അവർക്ക് വേണ്ട നല്ല അല്ലെ, ആൺപക്ഷികളാണ് എന്താന്ന് വിചാരിക്കുക, നല്ലൊരു കൂട്ടുകാരിനെ വേണം എനിക്ക്, നല്ലൊരു പെടപ്പക്ഷിയെ എനിക്ക് വേണം എന്ന് ആൺപക്ഷി വിചാരിക്കും. അതുപോലെ പെൺപക്ഷിയും വിചാരിക്കും അല്ലെ, എനിക്ക് നല്ലൊരു ഭർത്താവിനെ വേണമെന്ന് പെൺപക്ഷിയും വിചാരിക്കും. അപ്പം പൊതുവെ ആൺപക്ഷികളാണ് ഇതിന് കൂടുതൽ പണിയെടുക്കുക അല്ലെ. എങ്ങനെയെങ്കിലും ഒരു പെൺപക്ഷീനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓരോ പക്ഷിയും ഓരോ വിധത്തിലാണ്. പല പക്ഷികളും ഉണ്ടല്ലോ, പക്ഷികളിൽ തന്നെ പല തരക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. മരം കൊത്തിയുണ്ട്, അതുപോലെ തന്നെ അല്ലെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. കാക്കയുണ്ട്, താറാവുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. അപ്പൊ ഇതിൽ ഓരോ തരം പക്ഷികൾക്കും ഓരോ തരത്തിലാണ് അതിൻ്റെ കൂട്ടിനെ കണ്ടുപിടിക്കാനുള്ള വഴി. ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും മയിലിനെ പറ്റി മയിലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, അതിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയിലിനെ കാണാത്ത ആരും ഉണ്ടോ? ഇല്ല, എല്ലാവരും കണ്ടിട്ടില്ലേ? മറുപടി പറയൂ. കണ്ടിട്ടുണ്ട്. മയിലിനെ കണ്ടിട്ടുണ്ട്. അതിന്റെ മഴ വരുമ്പോൾ മയില് നൃത്തം ചെയ്യും എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തില് മയിലുകള് അതിന്റെ ബ്രീഡിംഗ് സീസൺ ആവുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിക്കാം. 1 മിനിറ്റ് 2 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ.
ഹലോ. കണ്ടു കണ്ടു. കണ്ടു. വീഡിയോ കണ്ടു. അതെന്താണ്, മയിലിന്റെ നൃത്തമാണ് അല്ലെ? അത് ആൺമയിലാണ്. ആൺമയിലും പെൺമയിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആൺമയിൽ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരനായിട്ടൊരു പക്ഷിയാണ്. അതിന് നീളമുള്ള വലിയ വാലും അതിൻ്റെ മയിൽപ്പീലികളെല്ലാം നിങ്ങളെ വീട്ടിലെല്ലാം വെക്കുന്നുണ്ടാവും അല്ലേ? ഈ ശ്രീകൃഷ്ണന്റെ തലമുടിയിലും എല്ലാം ഉള്ളത് എന്താണ്, മയിൽപ്പീലിയാണ്. അപ്പം അങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു പക്ഷിയാണ് ആൺമയിൽ. പെൺമയിലിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. അപ്പം മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ കാര്യം പറഞ്ഞാൽ മിക്കവാറും അങ്ങനെയാണ്. ആണുങ്ങൾക്കാണ് എന്ത് കൂടുതൽ ഭംഗി ഉണ്ടാവുക അല്ലേ? പൂവൻ കോഴിയും പടക്കോഴിയും തമ്മിൽ നമ്മളൊരു അവരെ വെച്ച് നോക്കിയാൽ പൂവൻ കോഴിക്കാണല്ലോ കൂടുതൽ ഭംഗിയും എല്ലാം ഉള്ളത് അല്ലേ? ആ ഭംഗി ഓരോരുത്തരെ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും. പക്ഷെ പൊതുവിൽ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആൺപക്ഷികളാണ്. അപ്പൊ ഇത്തരത്തില് ഈ ആൺമയിൽ, നമ്മളിപ്പോൾ കണ്ടത് മയിലിന്റെ ഒരു നൃത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഒരു മഴക്കാലത്തല്ലാണ് എന്ത് ഈ മയിലിന്റെ ഒരു ബ്രീഡിങ് സീസൺ അല്ലെങ്കിൽ പ്രജനന കാലം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. അപ്പം മഴ എത്തുന്നതിന് മുമ്പ് ഈ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല, മഴക്ക് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്താണ് നമ്മൾ മയിലുകൾ കൂടുതലായിട്ടും ഇങ്ങനെ അവരുടെ ഒരു പൂച്ച കരയുന്നതിൻ്റെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് മയിലിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മയിലുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പെൺമയിലുകൾക്ക് പുറകെ നടക്കുകയും അവരുടെ ചുറ്റും പീലി വിരിച്ച് ഇങ്ങനെ നൃത്തം വെക്കും. അപ്പോൾ ഇതാണ് മയിലിൻ്റെ ബ്രീഡിംഗ് ഡിസ്പ്ലേ. നമ്മൾ ബ്രീഡിംഗ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി, ഏതെങ്കിലും ഒരു പക്ഷി അതിൻ്റെ ഇണ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിനെ ആകർഷിക്കാൻ വേണ്ടി എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, അല്ല എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും എന്ന് അതിൻ്റെ പെൺപക്ഷിയോട് അറിയിക്കുന്ന ആ ഒരു സമ്പ്രദായം, അതിനാണ് നമ്മൾ ഡിസ്പ്ലേ, ബ്രീഡിംഗ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇപ്പോൾ മയിലിൻ്റെ ബ്രീഡിംഗ് ഡിസ്പ്ലേ ആണ് നിങ്ങളിപ്പം ആ വീഡിയോയിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ബ്രീഡിംഗ് ഡിസ്പ്ലേക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി ഇതൊന്നും അല്ലാതെ വേറെ പല ഉദാഹരണമുണ്ട്. നമ്മളെ നാട്ടിൽ മയിൽ എന്ന് പറയുന്നത് നമുക്ക് അത്ര സാധാരണയായിട്ട് നമ്മൾ കാക്കേനെ പോലെ ഒന്നും കാണുന്ന ഒരു പക്ഷിയല്ല, കുറച്ച് അപൂർവമാണ്. എന്നാലും നമ്മുടെ നാട്ടും പുറങ്ങളിലെല്ലാം ഉണ്ട്. ഇനി ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മണ്ണാത്തിപ്പുള്ള് ഉണ്ട്. മണ്ണാത്തിപ്പുള്ളിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. മണ്ണാത്തിപ്പുള്ളിനെ കണ്ടിട്ടുണ്ട്. കറുപ്പും വെളുപ്പും ഉള്ള ഒരു പക്ഷിയാണ്, ഭംഗിയുള്ള പക്ഷി. ഓക്കെ മിടുക്കി. അപ്പോൾ ഈ മണ്ണാത്തിപ്പുള്ള് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളൊരു ജനുവരി തൊട്ട് ഒരു ഏപ്രിൽ മെയ് വരെയെല്ലാം ഈ പക്ഷിയുടെ മണ്ണാത്തിപ്പുള്ള് കൂട് കൂട്ടി മുട്ട ഇടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മണ്ണാത്തിപ്പുള്ളിൻ്റെ ആൺപക്ഷി ഉണ്ടല്ലോ, അതിൻ്റെ പൂവൻ, അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീട്ടിൻ്റെ നമുക്കിപ്പോൾ ഒരു വീടും പരിസരവും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പക്ഷിക്കും ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ പല സ്ഥലത്തും ഈ മണ്ണാത്തിപ്പുള്ള് മാറി മാറി ഇരുന്ന് പാട്ട് പാടും. ഈ പാട്ടിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് എത്ര സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മൈക്ക് സെറ്റ് വെച്ച് അല്ല സ്പീക്കർ വെച്ച് നമ്മളൊരു പാട്ട് വെച്ചാൽ അത് ഏകദേശം ഇത്ര സ്ഥലത്ത് കേൾക്കാം എന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ മണ്ണാത്തിപ്പുള്ളിൻ്റെ ഈ പാട്ട് കേൾക്കുന്ന സ്ഥലമെല്ലാം എന്താണ്, ആ പക്ഷിയുടേതാണ് എന്ന് പറഞ്ഞാൽ മണ്ണാത്തിപ്പുള്ള്. അപ്പോൾ ആ പാട്ടിലൂടെ മണ്ണാത്തിപ്പുള്ള് എന്താ പറയുന്നത്, ഇതെല്ലാം എൻ്റെ സ്ഥലമാണ്. ഇനി അതേ മണ്ണാത്തിപ്പുള്ളിൽ തന്നെ വേറൊരു ആൺപക്ഷി ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല. അതൊരു വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ് അല്ലേ? നിങ്ങളിപ്പം ടീച്ചർമാരോ അല്ലെങ്കിൽ അച്ഛനും അമ്മയെല്ലാം പറയില്ലേ, നിങ്ങൾ പുറത്ത് കളിക്കാൻ പോകരുത്, തല്ല് കിട്ടും എന്ന് പറയില്ലേ, മഴക്ക് പുറത്ത് പോയി കളിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഈ മണ്ണാത്തിപ്പുള്ളിൻ്റെ ആൺപക്ഷി എന്താ പറയുന്നത്, മറ്റ് ആൺപക്ഷികളോട് പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലത്തേക്ക് കടന്നു വരേണ്ടതില്ല, ഇത് എൻ്റെ സ്ഥലം, എൻ്റെ വീടും പരിസരവുമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് അതിക്രമിച്ച ആരെങ്കിലും കടന്നു വന്നാൽ അവരെ കൊത്തി ഓടിക്കും എന്നാണ് മണ്ണാത്തിപ്പുള്ള് ഈ പാട്ട് പാടുന്നതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല അത് ആൺപക്ഷികളോടുള്ള പറച്ചിലാണ്. ഈ മണ്ണാത്തിപ്പുള്ളിന് ആരെയാണ് വേണ്ടത്, ഒരു കൂട്ട് വേണം അല്ലേ, ഒരു കൂട്ടുകാരിനെ വേണം ഈ മണ്ണാത്തിപ്പുള്ളിന്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഒരു പെൺപക്ഷി അല്ലെങ്കിൽ മണ്ണാത്തിപ്പുള്ളിൻ്റെ കൂട്ടുകാരിയാവാൻ ഒരാൾ വരികയും ചെയ്യും. അപ്പോൾ ഒരേ പാട്ടിൻ്റെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്നെന്താണ്, പെൺപക്ഷിയോടാണെങ്കിൽ എന്താ പറയുന്നത്, ഈ പക്ഷി ഞാനൊരു പാട്ടുകാരനാണ്, എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റും, അതുകൊണ്ട് എൻ്റെ കൂടെ വാ എന്നാണ് പെൺപക്ഷിയോട് പറയുന്നത്. അതേ സമയത്ത് ആൺപക്ഷിയോട് എന്താ പറയുന്നത്, എൻ്റെ സ്ഥലത്തേക്ക് നീ കടന്നു വന്നാൽ നിന്നെ ഞാൻ കൊത്തി ഓടിക്കും, കൊത്തി പറപ്പിക്കും. അപ്പോൾ ഇതാണ് ഒരേ പാട്ടിൻ്റെ രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ.
അപ്പൊ ഇനി മണ്ണാത്തിപ്പുള്ളിന്റെ ഒരു ബന്ധുവായിട്ടുള്ള മറ്റൊരു പക്ഷിയാണ് കരിങ്കിളി എന്ന് പറയും. കരിങ്കിളി നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവാൻ അങ്ങനെ സാധ്യതയില്ലാത്തൊരു പക്ഷിയാണ്. കാരണം നമ്മളെ കണ്ണൂർ ജില്ലയിൽ കരിങ്കിളികൾ വരാറുണ്ട്. എന്നാലും കരിങ്കിളികളെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിലല്ലോ, വലിയ മലകൾക്ക് മേലെയുള്ള പ്രദേശങ്ങൾ. ഇപ്പോൾ മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിലാണ് കരിങ്കിളികൾ. ഇപ്പോൾ കരിങ്കിളികൾ നമ്മുടെ നാട്ടിൽ രണ്ട് തരക്കാരുണ്ട് എന്ന് പറയാം. ഒരു തരം കരിങ്കിളികൾ എന്ത് ചെയ്യും, നമ്മളെ ഒരു മഴ നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ വരും. നമ്മളെ നാട്ടിൽ നിന്ന് കുറേ ഭക്ഷണം ഇവിടെ വന്നാൽ പിന്നെ പ്രധാനമായിട്ട് അവരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ മാത്രമാണ്. പക്ഷേ മറ്റൊരു വിഭാഗം കരിങ്കിളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു മിനിറ്റ്, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് കരിങ്കിളികളെ പറ്റി. അപ്പോൾ രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒരു വിഭാഗം കരിങ്കിളികൾ നമ്മളെ നാട്ടിൽ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ കൂട് കൂട്ടി മുട്ടയിടുന്നവരാണ്. മറ്റൊരു വിഭാഗം കരിങ്കിളികൾ ഇങ്ങോട്ട് വിരുന്നിന് വരുന്നവരാണ്. അവരെ ഒരു ഏപ്രിൽ മെയ് എല്ലാം അവസാനമാകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകും. പക്ഷെ മറ്റേ കൂട്ടർ ഇവിടെ തന്നെ കൂട് കൂട്ടി മുട്ടയിടും. അപ്പോൾ ഈ കരിങ്കിളികളും മണ്ണാത്തിപ്പുള്ളിൻ്റെ ഒരു ബന്ധുവാണ്. അവരുടെ ആൺപക്ഷികളും നല്ല ഗംഭീരമായിട്ട് പാട്ടുകൾ പാടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺപക്ഷികളോടാണെങ്കിൽ അവരെന്താ പറയുന്നത്, എന്താ ഞാൻ പറഞ്ഞത്, ആൺപക്ഷികളോട് ഒരു മുന്നറിയിപ്പാണ് അല്ലേ? എന്താണത്? ഇങ്ങോട്ട് വരരുത്, ഇതെന്റെ വീടിന്റെ പരിസരമാണ്. അങ്ങനെ തന്നെ, നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആൺപക്ഷിയോട് പറയുന്നത് ഇങ്ങനത്തെ എൻ്റെ വീട്ടിന്റെ പരിസരത്തേക്ക് കടന്നു വരാൻ പാടില്ല. പക്ഷെ പെൺപക്ഷിയോട് എന്താ പറയുന്നത്, ഇങ്ങോട്ട് വാ, അല്ലേ, എൻ്റെ കൂട്ടുകാരി ആയിക്കോ എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഇത് മൂന്നാറിന്ന് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ്. ഞാൻ ചെറുങ്ങനെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടോ നിങ്ങൾ പാട്ട്? കേട്ടു. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പം ഇത്തരത്തിലുള്ള പാട്ടുകളാണ് കരിങ്കിളിയുടേത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മാടായിപ്പാറയിലെല്ലാം, നിങ്ങൾ മാടായിപ്പാറയിൽ ഒരു മഴക്കാലത്ത് പക്ഷി നിരീക്ഷണത്തിന് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടല്ലോ അല്ലേ? കേട്ടു. ഇത് നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി എന്ന് പറയുന്ന പക്ഷിയാണ്, വാനമ്പാടി പക്ഷി. അപ്പോൾ ഈ വാനമ്പാടി പക്ഷി ഇങ്ങനെ പാട്ട് പാടുന്നത്, ഇത് ആൺപക്ഷിയാണ് ഈ പാട്ട് പാടുന്നത്. ഇത് വളരെ ഉയരത്തിൽ പറന്ന് ആകാശത്തേക്ക് ഒരുപാട് മീറ്റർ ഉയരത്തിലേക്ക് പൊന്തിയിട്ട് ഈ പാട്ട് പാടും. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ നിർത്താണ്ട് പാട്ട് പാടിയതിനു ശേഷം അവർ തിരിച്ച് ഭൂമിയിലേക്ക് വരും. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതും അതിൻ്റെ ബ്രീഡിംഗ് ഡിസ്പ്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രീഡിംഗ് ഡിസ്പ്ലേ ആണ്. അത് വാനമ്പാടി പക്ഷിയുടെ, ഓറിയന്റൽ സ്കൈലാർക്ക് എന്ന് പറയുന്ന വാനമ്പാടി പക്ഷിയുടെ ബ്രീഡിംഗ് ഡിസ്പ്ലേ ആണ് ഇത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി മാടായിപ്പാറയിലോ അങ്ങനെയുള്ള ഈ പാറപ്രദേശങ്ങളിലെല്ലാം പോകുമ്പോൾ ഈ പക്ഷീൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കൂടിൻ്റെ വിഭാഗത്തിലേക്ക് കടക്കാം. ഇനി ഞാൻ മറ്റൊരു ശബ്ദമാണ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്ത് ശബ്ദമാണെന്നറിയാം? ഇങ്ങനത്തെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങളെ നാട്ടിലും എല്ലാം കേൾക്കുന്ന ഒരു ശബ്ദമാണ്. കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഇത് മരംകൊത്തിയുടെ ശബ്ദമാണ്. മരംകൊത്തി മരത്തിൽ കൊത്തി ശബ്ദം ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഓക്കെ, ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡ്രമ്മിങ് എന്ന് പറയും. ഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെണ്ട. നമ്മൾ ചെണ്ട മുട്ടുന്നത് പോലെ, ചെണ്ടയിൽ നമ്മൾ കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്ന പോലെ മരംകൊത്തി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൂട് കൂട്ടേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്യും, മരംകൊത്തി ഇതേപോലെ ഈ തല പോയ തെങ്ങോ അല്ലെങ്കിൽ ഉണങ്ങിയ
മരങ്ങളിലെല്ലാം ഇങ്ങനെ കൊട്ടിയിട്ട് ശബ്ദം ഉണ്ടാകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നല്ലപോലെ മരത്തിൽ കൊത്തി ഒച്ച ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് എന്താണ് അതിൻ്റെ പെൺപക്ഷീനെ പിന്നെ ആകർഷിക്കാനുള്ള ഒരു ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഞാൻ 2-3-4 എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. മയിലിനെ പറ്റി പറഞ്ഞു, കരിങ്കിളിനെ പറ്റി, മണ്ണാത്തിപ്പുള്ളിനെ പറ്റി പറഞ്ഞു, വാനമ്പാടിയെ പറ്റി പറഞ്ഞു. ഇനിയോ ലാസ്റ്റായിട്ട് ഞാൻ മരംകൊത്തി, ഇത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പേര് മലബാർ ഫ്ലെയിം ബാക്ക് എന്നാണ്. വലിയ പന്നി മരംകൊത്തിയാണ്. കുറച്ചൊരു കാട് പിടിച്ച സ്ഥലങ്ങളിലെല്ലാം കാണുന്നൊരു പക്ഷിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരം ബ്രീഡിംഗ് ഡിസ്പ്ലേസ്. ചിത്രാംഗൻ മരം കൊത്തീന് വലിയ പൊന്നി മരം കൊത്തി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഏതാ സ്ഥലം, എവിടെയാണ്? ഫാമിന്റെ ആറളം ഫാമിന്റെ അടുത്ത് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന പക്ഷേ കാട്ടുപക്ഷികളാണ് അല്ലേ. ഓക്കെ ഓക്കെ, നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ലെസർ യെല്ലോ നെയ്പ്പും എല്ലാം ഇംഗ്ലീഷ് പേരും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. കിട്ടാറുണ്ട്. മിടുക്കി തന്നെ. അപ്പം നമുക്ക് അത് അടുത്ത നമ്മൾ അടുത്തതായിട്ട് അപ്പം ഇത്തരത്തിൽ ആൺപക്ഷികൾ എന്ത് ചെയ്യുന്നു, പെൺപക്ഷികളെ കണ്ടുപിടിക്കും അല്ലേ. ഇങ്ങനെ എനിക്ക് ഇന്ന കഴിവുകളെല്ലാം ഉണ്ട്, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് മരത്തിൽ ഇങ്ങനെ കൊട്ടി ശബ്ദം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ പറ്റും. അങ്ങനെയുള്ള പല കഴിവുകളും കാണിച്ചിട്ട് ആൺപക്ഷികൾ എന്ത് ചെയ്യുന്നു, പെൺപക്ഷികളെ വളച്ചെടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മനുഷ്യന്മാർക്ക് വീടുണ്ട് അല്ലേ, പക്ഷേ പക്ഷികൾക്ക് സ്ഥിരമായിട്ട് വീടില്ല. നമ്മൾ പണ്ടത്തെ കവിതകളിലും കഥകളിലെല്ലാം പറയും പക്ഷികൾ രാവിലെ ആകുമ്പോൾ കൂട് വിട്ട് പറന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് കൂട്ടിലേക്ക് പറന്നു എന്നെല്ലാം പറയും. പക്ഷേ ഇത് ഒരു ശുദ്ധ മണ്ടത്തരാണ് അല്ലേ. കാരണം മിക്കവാറും എല്ലാ പക്ഷികളും അവരെ ബ്രീഡിങ് സീസൺ ആകുമ്പോൾ മാത്രമാണ് കൂടുണ്ടാക്കുക. അല്ലാണ്ട് നമുക്കുള്ള പോലെ ഓടിട്ടയോ അല്ലെങ്കിൽ ടെറസ് വാർപ്പിട്ട വീടോ ഒന്നും പക്ഷിക്ക് സ്ഥിരമായിട്ടില്ല. അവർക്ക് എന്ത് ചെയ്യുന്നു, അവരെ മുട്ടയിടുക, കുട്ടികളെ പോറ്റുക എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പക്ഷികളും കൂടുണ്ടാക്കുന്നത്. പക്ഷെ ചില പക്ഷികൾക്ക് കൂട് നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ ചില പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആകാശത്ത് പറന്ന് നടക്കുന്ന ചില പക്ഷികളുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏഷ്യൻ പാം സ്വിഫ്റ്റ്, അല്ലെങ്കിൽ പനങ്കൂളൻ, പിന്നെ അതുപോലെ അമ്പലം ചുറ്റി, ലിറ്റിൽ സ്വിഫ്റ്റ് എന്ന് ഈ പറയുന്ന പക്ഷികൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആരാന്ന്, പേരെന്താന്ന്? നീലിഷ. മിടുക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പക്ഷികൾക്ക് സ്ഥിരമായിട്ട് കൂട് വേണം. കാരണം അവർക്ക് ഈ മരക്കൊമ്പിൽ ഇരിക്കാനൊന്നും പറ്റില്ല. സാധാരണ നമ്മളെ മണ്ണാത്തിപ്പുള്ളിനെ കാക്കേനെ പോലെയൊന്നും മരത്തിലൊന്നും ഇരിക്കാൻ പറ്റൂല. അവരെ കൂട് നിർബന്ധമായിട്ട് വേണം. ആ കൂട്ടിൽ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ച് നമ്മളെ ഈ കൊടയെല്ലാം ആണിയിൽ തൂക്കിയിടൂലേ, അതുപോലെ അവർ കൂട്ടിൽ തൂങ്ങി കിടക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില പക്ഷികളും ഉണ്ട്. അപ്പം നമ്മൾ കൂട് പക്ഷികൾക്ക് എന്തിനാണ് കൂട്? അവരെ മുട്ടയും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഒന്നും മഴയും മഞ്ഞും വെയിലും ഒന്നും കൊള്ളാതെ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ളൊരു സ്ഥലം എന്നുള്ളത് മാത്രമാണ് പക്ഷികൾക്ക് കൂട്. അപ്പോൾ ഇനി ഞാൻ ചില തരത്തിലുള്ള കൂടുകളും എല്ലാം ഒന്ന് ജസ്റ്റ് കാണിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കാണുന്നുണ്ടോ? കാണാമോ? കാണുന്നുണ്ട്, പക്ഷെ ആ ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. സ്ക്രീൻ കാണുന്നുണ്ട്. ഇപ്പം ആ ഒരു കുഞ്ഞി ഫോട്ടോ കാണുന്നുണ്ട്. ഓക്കെ. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് ഞാൻ അവസാനത്തേക്ക് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൂടുകളെ പറ്റി പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പക്ഷികൾക്ക് പലതരത്തിലുള്ള കൂടുകളുണ്ട്. ചിലതിൻ്റെ ഉദാഹരണം ഞാൻ ഇതിൽ കാണിച്ചു തരാം. സം നെസ്റ്റ്, ചില പക്ഷികളുടെ കൂട്. ഇതിപ്പം മരപ്പൊത്തിൽ ഇങ്ങനെ കൂടുണ്ടാക്കുന്ന ചില പക്ഷികളുണ്ട്. അതിൽ ഇടത് ഭാഗത്ത് കാണുന്നത് ഇതെല്ലാം ഫോട്ടോസ് ഒന്നും തന്നെ എൻ്റെതല്ല. ഇതിലെല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, നമ്മളെ കണ്ണൂരുള്ളതും പാലക്കാടുള്ളതും എല്ലാം ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ
തന്ന ചില ഫോട്ടോസാണ്. ഈ രണ്ട് ഫോട്ടോ അഭിജിത്ത് സുരേന്ദ്രൻ എന്നുണ്ട്, പാലക്കാടുള്ള ഒരു പക്ഷി നിരീക്ഷകൻ തന്നതാണ്. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇടത് ഭാഗത്ത് നമ്മൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് അത് കാട്ട് പനങ്കാക്ക അല്ലെങ്കിൽ ഡോളർ ബേർഡ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഇത് ആറളം ഭാഗത്തുണ്ട്. ആറളത്ത് ഇതിന്റെ ശബ്ദം കേൾക്കാം. നമുക്ക് അധികം ഒരു വളയഞ്ചാല് ഭാഗത്ത് പോയാൽ ഇതിന്റെ ശബ്ദം കേൾക്കുകയും ഇതിനെ ഭാഗ്യമുണ്ടെങ്കിൽ പക്ഷിനെ കാണുകയെല്ലാം ചെയ്യാം. അപ്പോൾ ആറളം ഭാഗത്ത് ഇതിന്റെ കൂട് നിരീക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പക്ഷി ഇടത് ഭാഗത്തുള്ള ഈ പക്ഷി കാട്ടുപനങ്കാക്ക, വലത് ഭാഗത്തുള്ളത് മോതിരത്തത്ത. നമ്മളെ നാട്ടിൽ അത്യാവശ്യം സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് റോസ് റിങ്ഡ് പാരക്കീറ്റ് അല്ലെങ്കിൽ മോതിരത്തത്ത എന്ന് പറയുന്നത്. ആ പക്ഷിയുടെ ഒരു കൂടാണ്. ഇപ്പൊ രണ്ട് പക്ഷികളെ കൂട് ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ്, നല്ല വട്ടത്തിൽ ഉള്ളൊരു പൊത്ത് അല്ലെ, നല്ലൊരു മരപ്പൊത്തിന്റെ ഉള്ളിലാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മരംകൊത്തികളുടെയും കൂട്. മരംകൊത്തികളും പിന്നെ നമ്മളെ സാധാരണയായിട്ട് നമ്മളെ നാട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന ഈ കുട്ടുറുവ് മരമുണ്ടല്ലോ, ചിന്ന കുട്ടുറുവ് എന്നെല്ലാം പറയുന്ന പക്ഷിയുണ്ട്, വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്, അതുപോലെ ചെമ്പുകൊട്ടി, ഇത്തരത്തിലുള്ള ബാർബറ്റുകളെല്ലാം തന്നെയും ഇതുപോലെ മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്നവരാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർബറ്റുകൾക്കും മരംകൊത്തികൾക്കെല്ലാം സ്വന്തമായിട്ട് കൂട് തുളച്ചുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അവരെ കൊക്ക് നല്ല ശക്തിയുള്ള കൊക്കുകളാണ്. പക്ഷെ ഇപ്പൊ തത്തക്കെല്ലാം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉപയോഗിച്ച് ബാക്കി ഉള്ള കൂടുകളുണ്ടല്ലോ, അത്തരത്തിലുള്ളതാണ് അവരുപയോഗിക്കുന്നത്. ഇനി മറ്റ് പൊത്തിൽ കൂടുണ്ടാക്കുന്ന മറ്റൊരു ഫേമസ് ആയിട്ടുള്ള പക്ഷി ഇതേതാണ്? വേഴാമ്പൽ അല്ലെ. വേഴാമ്പലുകൾ നമ്മളെ കേരളത്തിൽ 4 തരം വേഴാമ്പലുകളുണ്ട്. അതിൽ ഏറ്റവും വലുതും നമ്മളെ സംസ്ഥാന പക്ഷിയുമായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലാണ് ഇത്. ആ മൈക്കൊന്ന് മ്യൂട്ടാക്കണേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പൊത്തുകളിൽ കൂടുണ്ടാക്കുന്ന മറ്റൊരു പക്ഷിയാണ് വേഴാമ്പൽ വർഗത്തിൽപ്പെട്ടവർ. അപ്പോൾ മലമുഴക്കി വേഴാമ്പൽ, ഇത് അഭിജിത്തിന്റെ തന്നെ ഒരു ഫോട്ടോ ആണ്. അദ്ദേഹം നെല്ലിയാമ്പതിയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ കാണാം നമ്മൾ ഒരു പക്ഷി എന്താണ് അതിന്റെ കൂട്ടിലുള്ള കുട്ടിക്ക് ഇത് ഭക്ഷണം എന്തോ കൊണ്ട് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇവരുടെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത് കൂടുതൽ അതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കണം. സമയക്കുറവുകൊണ്ട് ഞാൻ അധികം അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. ഈ പക്ഷികൾ ഒരു മരത്തിൽ ഉള്ള പൊത്തിൽ പെൺപക്ഷി അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് അടയിരിക്കും. ആ അടയിരിക്കുന്ന ഒരു കാലം ഒരു 2-3 ആഴ്ചയോ മറ്റോ എന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ളൊരു ഇത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒരു കുറച്ച് കാലം വേഴാമ്പല് ബ്രീഡിങ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കറിയാം. നമുക്ക് ലാസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പം അതിന്റെ തന്നെ കാഷ്ടം ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ പൊത്തടക്കുകയും അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള ബ്രീഡിംഗ് ആണ് അതിൻ്റെ. ഇനി ഇത് ആരാന്നറിയാം? അറിയാം? വീവർ ബേർഡാണ് അല്ലേ. പക്ഷെ നമ്മളെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന പക്ഷി ബയാ വീവറാണ്. പക്ഷെ ഇത് സ്ട്രീക്ഡ് വീവർ എന്ന് പറയും. കായലാറ്റ എന്ന് പറയുന്ന ഒരു പക്ഷിയാണിത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണയായിട്ട് കാണുന്നതല്ല. മറ്റേ തൂക്കണാങ്കുരുവിന്റെ അത്ര സാധാരണയായിട്ട് കാണുന്നതല്ല. ഇത് കായലാറ്റയാണ്. ഇതിന്റെ കൂടും തൂക്കണാങ്കുരുവിന്റെ കൂടും ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ തൂക്കണാങ്കുരുവിന്റെ കൂടിന് കുറച്ചും കൂടി നീളം ഉണ്ടാവും. ഇത് കുറച്ചൊരു ഉരുണ്ടിട്ടാണല്ലോ, ഒരു ബോൾ ഷേപ്പ്ഡാണ്. പക്ഷെ തൂക്കണാങ്കുരുവിന്റെ കൂടിന് ഒരു നീണ്ട വാലും എല്ലാം ഉണ്ടാവും. അപ്പൊ ഏകദേശം ആ രണ്ട് പക്ഷികളുടെയും കൂട് ഒരേപോലെയാണ്. ഇത് നല്ല വീവർ എന്നാണ് അതിന്റെ പേര് തന്നെ. വീവർ എന്ന് പറഞ്ഞാൽ തുന്നുന്ന ആൾ അല്ലെ, നല്ല ഗംഭീരമായിട്ട് കൂടെല്ലാം തുന്നി ഉണ്ടാക്കുന്നവരാണ് ഇവർ. ഇതാരാണ്? കാക്ക അല്ലെ, നമ്മളെ ഏറ്റവും കോമൺ. ഇത് ഏത് കാക്കയാണെന്നറിയോ? നിങ്ങൾ 2 തരത്തിലുള്ള കാക്കയുണ്ടെന്നെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. കാവതിക്കാക്ക, പേനക്കാക്ക എന്നെല്ലാം പറയുന്ന ഹൗസ് ക്രോ ആണിത്. ഇത് കാക്കേന്റെ കൂടെല്ലാം കണ്ടവരുണ്ടാവും. പിന്നെ കാക്കേന്റെ കൂടിന്റെ അടുത്തൊന്നും പോയി അതിനെ ഉപദ്രവിക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ കാക്ക വിടൂല, വന്ന് തലക്ക് കുത്തി ഓടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഇത് പ്രാവാണ്. ഓക്കെ. ഇതൊരു ഗ്രീൻ പീജിയനാണ്. എനിക്ക് തോന്നുന്നത് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയന്റെ ആണ്. ഇത് നമ്മളെ അഫ്സർക്കുണ്ട്. നിങ്ങൾക്ക് അഫ്സർ നായക്കൻ എന്ന് പറഞ്ഞ സാറ് ക്ലാസ് എടുത്തില്ലേ? ഓർമ്മയില്ലേ? കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തു. അപ്പം അഫ്സർക്ക് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇത് ഒരു പ്രാവാണ്. നമ്മള് പച്ചപ്രാവുകൾ എന്ന് പറയുന്ന ഒരു 2-3 സ്പീഷീസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നിന്റെ കൂടാണ്. ഈ പ്രാവുകളുടെ കൂട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് ചുള്ളിക്കമ്പെല്ലാം അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വട്ടത്തിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പ്രാവിന്റെ കൂടെ. മാത്രമല്ല ഒരു വൃത്തിയുമില്ലാത്തൊരു കൂടാണ് പ്രാവിൻ്റെത്. അത് വളരെ നമ്മളെ ഒരു ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, അത്രയും സ്മെല്ലല്ലായിരിക്കും. ഇത് തേൻകിളിയാണ്. ഇത് നമ്മളെ അതുല്യ പീപ്പിനെ അറിയായിരിക്കും നിങ്ങൾക്ക്. ചക്കര എന്നല്ല നമ്മൾ
പറയുന്നത്, അതുല്യ ചക്കര, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതുല്യൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇത് തേൻകിളിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു 3-4 തരത്തിലുള്ള തേൻകിളികളുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ തേൻകിളികളുടെ കൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂടാണ്. ഒരുപാട് ചപ്പും ചുള്ളിക്കമ്പുകളും എല്ലാം ഇങ്ങനെ. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചെലന്തി വലകളെല്ലാം അതിൽ പിടിപ്പിച്ചിട്ടും എല്ലാം ഈ പക്ഷി കൂടുണ്ടാക്കും. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂടാണ് പെൻഡുലസ് നെസ്റ്റ് എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള കൂടാണ് തേൻകിളികളുടേത്. ഇനി മറ്റൊന്ന്, ഇത് വെണ്ണീലി എന്ന് പറയുന്ന പക്ഷിയാണ്, ബ്ലാക്ക് നേപ്ഡ് മൊണാർക്ക്. ഇതും അതുല്യൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ്. ഈ പക്ഷീൻ്റെ കൂട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 കമ്പുകൾ ഇങ്ങനെ വൈ ഷേപ്പിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു കപ്പ് പോലെയുള്ള ഒരു ചെറിയ കൂടാണ് ഈ പക്ഷിയുടേത്. ഇനി ഇത് മാക്കാച്ചിക്കാട്, ഇത് നമ്മളെ നിഷാദ് ഇഷാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂരിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂടാണ് ഇത്. തട്ടേക്കാടുന്ന് മാക്കാച്ചിക്കാട് അല്ലെങ്കിൽ സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്ന പക്ഷിയുടെ കൂടാണിത്. അതുപോലെ ഇത് ചേരക്കോഴിയാണ്, ഡാർട്ടർ എന്ന് പറയും. ഇതും നിഷാദൊക്കെ എടുത്ത ഒരു ഫോട്ടോ ആണ്. ചേരക്കോഴികൾ സാധാരണ കാക്കേൻ്റെ എല്ലാം കൂട് പോലെ തന്നെയാണ് അവരുണ്ടാക്കുക, ചുള്ളിക്കമ്പെല്ലാം ഇങ്ങനെ പെറുക്കി വെച്ച്, പക്ഷെ കുറച്ചും കൂടി വലുതായിരിക്കും. അതിൻ്റെ ഒരു 2-3 കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് അതിൽ കാണാം. അപ്പോൾ ഇത്തരത്തിൽ. ഇനി ഇത് ചായമുണ്ടി അല്ലെങ്കിൽ പർപ്പിൾ ഹെറോണിൻ്റെ കൂടും 2 കുട്ടികളുമാണ്. അതുപോലെ തന്നെ ഇത് വലിയ നീർക്കാക്ക, ഇത് അഭിജിത്തിൻ്റെ ഫോട്ടോ ആണ്. വലിയ നീർക്കാക്കയുടെ ഒരു കൂട് കൂട്ടുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നീർപക്ഷികൾ, ഈ കൊക്കുകളും നീർക്കാക്കകളും ചേരക്കോഴികളെല്ലാം വലിയ വലിയ കൂട്ടങ്ങളായിട്ട് കൂട് കൂട്ടുന്ന സ്ഥലങ്ങളെ നമ്മളൊരു പേര് പറയും. അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയാം? ആരെങ്കിലും മറുപടി പറയൂ. കേൾക്കുന്നില്ലേ? ഇത് കണ്ട കുട്ടികൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കൊറ്റില്ലങ്ങൾ എന്ന് പറയും. കൊറ്റിയുടെ ഇല്ലം എന്നാൽ കൊറ്റിയുടെ വീട്. കൊറ്റില്ലങ്ങളെ ഇംഗ്ലീഷിൽ ഹെറോൺട്രി എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള അവരെ സമൂഹമായിട്ട് കുറേ പക്ഷികൾ ഒരുമിച്ച് കൂട് കൂട്ടുന്ന സ്ഥലങ്ങൾ നമ്മളെ കണ്ണൂർ ടൗണിലും എല്ലാം ഇത്തരത്തിലുള്ള കൂടുകളുണ്ട്. ഇനി മറ്റൊന്ന് ബ്രൂഡ് പാരസൈറ്റിസം. ഇതിൽ കണ്ടോ, ഇതിലൊരു കരിയിലക്കളിയും പൂത്താങ്കരിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കരിയിലക്കളിയും പൂത്താങ്കരിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് അറിയാം? കരിയിലക്കിളീനെ കണ്ടിട്ടുണ്ട്, പൂത്താങ്കിളീനെ കണ്ടിട്ടില്ല. പൂത്താങ്കേരി എന്ന് പറഞ്ഞാൽ അതിന്റെ തല, ഇതിപ്പോ പൂത്താങ്കേരിയാണ്, അതിന്റെ തല നോക്കിക്കോ. തലക്ക് ഒരു വെള്ള കളർ കാണുന്നില്ലേ, ഒരു വെള്ള ഷെയ്ഡ് കാണുന്നില്ലേ? തലയിൽ മാത്രം കുറച്ചിങ്ങനെ ഭസ്മം തേച്ച പോലെ. കണ്ടു. ഇത് കരിയിലക്കിളിയാണെങ്കിൽ അതിന്റെ ശരീരം മുഴുവൻ ഏകദേശം ഒരു തവിട്ട് കളറായിരിക്കും. പക്ഷെ പൂത്താങ്കരിക്ക് അതിന്റെ തലഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു വെള്ള പോലെ ഉണ്ടാവും. അപ്പൊ ഇത് പൂത്താങ്കേരിന്റെ കുട്ടി കൊമ്പൻ കുയിലിന്റെ പൂത്താങ്കേരി കൊമ്പൻ കുയിലിന്റെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഉദാഹരണം, നിങ്ങൾ കാക്കയുടെ കൂട്ടില് കുയില് മുട്ടയിടുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതായത് ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയും. ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പക്ഷികൾ, കുയില് വർഗത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റ് പക്ഷികളുടെ കൂട്ട് പോയി മുട്ടയിടുന്നു. അവരുടെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കാക്ക, കുയില് പോയിട്ട് കാക്കേന്റെ കൂട്ടിൽ മുട്ടയിടും. എന്നിട്ടോ കാക്ക വേണം ഈ കുയിലിന്റെ കുട്ടീനെ നോക്കാൻ. എന്ന് മാത്രമല്ല, ഈ കുയിലിന്റെ കുട്ടി എന്തെന്ന് വെച്ചാൽ അവർ കാക്കേന്റെ കുട്ടികളെ കാട്ടിയും കുറച്ചും കൂടി വേഗത്തിൽ വിരിയുകയാണെങ്കിൽ ഈ വിരിഞ്ഞ് ഉണ്ടായ ഈ കുയിലിന്റെ കുട്ടി എന്തെന്ന് വെച്ചാൽ കാക്കേന്റെ മറ്റു മുട്ടകളും കാക്കേന്റെ കുട്ടികളെ എന്തെന്ന് വെച്ചാൽ കൂട്ടുന്ന തള്ളി താഴെയിട്ട് കൊല്ലും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിനെ ബ്രൂഡ് പാരസിറ്റിസ് എന്ന് പറയും. കുയില് വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഇത് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇനി നമ്മൾ കൂടിനെ പറ്റി പറഞ്ഞു, പലതരം കൂടുകളുണ്ട് അല്ലെ? മരത്തിന്റെ പൊത്തിലുണ്ട്, അതുപോലെ തന്നെ കാക്കേനെ പോലെ ഇങ്ങനെ സാധാരണ കൊമ്പുകളിൽ ചില്ലിക്കമ്പലം വെച്ച് ഉണ്ടാക്കുന്ന പക്ഷികളുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ തിത്തിരി പക്ഷി, നമ്മൾ നിഹാരിക അല്ലേ അത് പറഞ്ഞത്, ഒരു റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന് പറയുന്ന പക്ഷീൻ്റെ കൂട് പറഞ്ഞാൽ വെറുതെ ചരലിൽ ആ പക്ഷി ഇരുന്ന് 1-2 തവണ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴി ഉണ്ടാവും ആ ചരലിൽ. അതിൽ ആണ് ആ പക്ഷി മുട്ടയിടും. അതിൻ്റെ മുട്ടയുടെ കളറും അല്ലെ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ്, പ്യുവർ വൈറ്റ് അല്ല, കുറച്ചൊരു തവിട്ട് നിറം കളർന്നൊരു മുട്ടയിൽ കറുത്ത പുള്ളിക്കുത്തുകൾ കണ്ടാൽ നമ്മൾ ഈ ചരല് തന്നെയാണെന്ന് വിചാരിക്കും. നമ്മൾ അതിൻ്റെ മേലെ കയറി ചവിട്ടിപ്പോയി അത് പൊട്ടിപ്പോയാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചുറ്റുമുള്ള കല്ലിൻ്റെയും മണ്ണിൻ്റെ എല്ലാം അതേ കളറായിരിക്കും, ചരലിൻ്റെ അതേ കളറായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള കൂടുകളുണ്ട്.
മരപ്പൊത്തിലുണ്ട്. പിന്നെ ഈ തേൻ കിളികൾ അല്ലെ, അവരെ മാതിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂടുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കൂടുകളുണ്ട്. വീവർ ബേർഡ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ടൈലർ ബേർഡ്, തുന്നാർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൈലർ ബേർഡിൻ്റെ നെസ്റ്റ് അല്ലെങ്കിൽ ബയാവീവറിൻ്റെ നെസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഓക്കെ, ഇനി പാരൻ്റൽ കെയർ ആണ്. അപ്പോൾ നമ്മൾ കൂട് കൂട്ടി മുട്ടയിട്ടു, മുട്ട വിരിയാൻ അല്ല, ഈ പക്ഷികൾ അടയിരിക്കുക അയ്യ. നിങ്ങൾ കോഴിക്ക് മുട്ട വിരിയാൻ എത്ര ദിവസം എന്നുള്ള കണക്കുണ്ട്, 21 ദിവസമോ മറ്റോ എന്ന് തോന്നുന്നു അല്ലേ, കോഴി മുട്ട വിരിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ പക്ഷികൾക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു പീരീഡ് ഉണ്ട്. അവർ മുട്ടക്ക് മേലെ അടയിരുന്ന് കുട്ടികളെ വിരിയിച്ചെടുക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അത് ഓരോ പക്ഷിക്കും വേറെ ആയിരിക്കും. ചില പക്ഷിയൊക്കെ 1-2 ദിവസമായിരിക്കും. ഇനി കോഴിയെ പോലുള്ള പക്ഷിയൊക്കെ 20-21 ദിവസമായിരിക്കും. അത് ഓരോ സ്പീഷീസ് അനുസരിച്ച് മാറി വരാം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ, മുട്ടയിൽ നിന്ന് കുട്ടി വിരിഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ പേരിൽ കൊടുത്തില്ല, നമ്മൾ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. പ്രിക്കോഷ്യൽ ആൻഡ് ആൾട്രീഷ്യൽ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള കുട്ടികളുണ്ട്. പ്രിക്കോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് പറയുന്നതാണ്. ചില പക്ഷികൾ പ്രിക്കോഷ്യലായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ തിത്തിരി പക്ഷിയുടെ കുട്ടികൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ നിലത്ത് നടന്ന് ഇര തേടി ജീവിക്കുന്ന കാട്ടുകോഴി അല്ലെങ്കിൽ കാടവർഗത്തിൽപ്പെട്ട പക്ഷികളുടെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന കുട്ടി ഉടനെ തന്നെ ഓടി നടക്കാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞൊരു കുട്ടി ഉണ്ടായ അപ്പം തന്നെ ഓടി നടന്ന് ആഹാരം തേടാനും എല്ലാം അതിന് കഴിയും. അതേസമയത്ത് അൾട്രീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷികൾക്ക് എന്ത് പറ്റില്ല, ഇത്തരത്തിൽ മുട്ട വിരിഞ്ഞ ഉടനെ എന്ന് മാത്രമല്ല ഒരു 2-3 ആഴ്ചയോ ചിലപ്പോൾ മാസങ്ങൾ, അധികം മാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാസമോ അങ്ങനെ ആഴ്ചകൾ എടുത്തിട്ട് മാത്രമാണ് അവർ ഒരു പറക്കാനോ അല്ലെങ്കിൽ ഓടാനോ എല്ലാം പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പല സവിശേഷതകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മലബാർ ഗ്രേ ഹോൺബിൽ അല്ലെങ്കിൽ കോഴി വേഴാമ്പൽ അതിൻ്റെ കുട്ടിക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇത് അഫ്സർക്ക എടുത്തൊരു ചിത്രമാണ്. ഇത് നമ്മളെ വയർടൈൽഡ് സ്വാളോ അല്ലെങ്കിൽ കമ്പിവാലം കത്രിക പക്ഷി അതിൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചെമ്പോത്ത് അല്ല, ചെമ്പോത്തിനെ കാണാത്തവരൊന്നും ആരും ഉണ്ടാവില്ല ഇവിടെ. ചെമ്പോത്ത് അതിൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ചുറ്റുപാട് നോക്കിയാൽ ഒരുപാട് പാരൻ്റൽ കെയർ, ഇതിനെ പാരൻ്റൽ കെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ വലിയ ടേംസും പേരുകളൊന്നും പറയത്തെന്ന് വെച്ചാൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു താല്പര്യം എടുത്ത് ഇതെല്ലാം എന്ത് ചെയ്യണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ പാരൻ്റൽ കെയർ കൂടി കഴിഞ്ഞാൽ നമ്മളെ ബ്രീഡിങ്ങിൻ്റെ ഏകദേശം ഒരു രൂപമായി എന്ന് പറഞ്ഞാൽ പക്ഷികൾ കുറേ കാലമെല്ലാം പക്ഷികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഇവർക്ക് ഇര സമ്പാദിച്ച് അവരെ കൊക്കിൽ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അവർ വളർന്ന് പറക്കമിറ്റുക എന്ന് പറയാം അല്ലേ, മലയാളത്തിൽ നിങ്ങൾ പറക്കമിറ്റുക എന്ന് പറയാം. പക്ഷികൾക്ക് പറക്കാനാകുമ്പോൾ അവർ പറന്നു പോവുകയും പിന്നീട് അവർ വീണ്ടും വളർന്ന് വലുതായി അവർ പിന്നെ ഇതേപോലെ തന്നെ കൂട് കൂട്ടാനും മുട്ടയിടാനും എല്ലാം തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സൈക്കിളാണ് പക്ഷി. ഇതാണ് പക്ഷികളുടെ ബ്രീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഏകദേശം പക്ഷികളുടെ ബ്രീഡിങ്ങിനെ പറ്റിയൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും 1 മണിക്കൂറൊന്നും അല്ല നമുക്ക് വളരെ വിശദമായിട്ട് പറയാനില്ല. ഞാൻ ഒരു 20-30 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് കുറച്ച് കടന്നുപോയി എന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷികളെ പറ്റി നമ്മൾ പറയുമ്പോൾ അവരുടെ വളർച്ച എത്തുന്നു, അവർ ആൺപക്ഷി പെൺപക്ഷിയെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് അവരെ കലാപരിപാടികളെല്ലാം ഉണ്ടല്ലേ, അവർ പാട്ട് പാടുന്നു അല്ലെങ്കിൽ ചെണ്ട കൊട്ടുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ശേഷം അവർ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി കൂടുണ്ടാക്കുന്നു, മുട്ടയിടുന്നു, അടയിരിക്കുന്നു. ഇനി 2 തരത്തിലുള്ള പക്ഷികളുണ്ട്, പ്രീക്കോഷ്യൽ ആൻഡ് ആൾട്രീഷ്യൽ. അതിനുശേഷം അവർ കുറച്ച് കാലം അല്ലേ, ഈ ആൾട്രീഷ്യൽ പക്ഷികളാണെങ്കിൽ കുറച്ച് കാലം കൂടി അച്ഛനമ്മമാർ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അവർ വലുതാവുന്നു, പറക്കുന്നു, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ബേർഡ്സിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയുന്നത്. പിന്നെ നമ്മൾ പലതരത്തിലുള്ള കൂടുകളെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇതാണ് പക്ഷികളുടെ ബ്രീഡിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വളരെ ചുരുക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി കുട്ടികൾക്ക് എന്താണ് അവരുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയോ പറയുകയോ ചെയ്യാനുള്ളൊരു സമയമാണ്. ദീപ ഡോക്ടറെ. നമ്മൾ ഈ ബ്രീഡിങ്ങിലുള്ള പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറയണം. ഓക്കെ. ഞാൻ 1-2 കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ബ്രീഡിംഗ് പ്ലൂമേജിനെ പറ്റി, കുളക്കൊക്കിൻ്റെയും
വീവർ ബേർഡിൻ്റെ എല്ലാം ബ്രീഡിംഗ് പ്ലൂമേജിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബ്രീഡിംഗ് പ്ലൂമേജിനെ പറ്റി മനസ്സിലാവും. ഇനി ഞാൻ വീവർ ഡോക്ടർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ പക്ഷികളെ കൂട് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതായത് പക്ഷികളുടെ കൂടിൻ്റെ വളരെ അടുത്ത് പോയി നമ്മളവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പക്ഷി ഒരു കൂടുണ്ടാക്കി അതിൻ്റെ മുട്ട അല്ലെങ്കിൽ ചെറിയ മുട്ട വിരിഞ്ഞുണ്ടായ കുട്ടികളെ നമ്മൾ മനുഷ്യന്മാർ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആ കൂട്ടിലേക്ക് വരില്ല, ഉപേക്ഷിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പകാലത്തിൽ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അതിൻ്റെ മുട്ടേനെയും കുട്ടികളെയും തൊടാതിരിക്കാൻ വേണ്ടി. അത് ഒരുപക്ഷെ അത് സയൻറ്റിഫിക് ആയിരിക്കാം, അല്ലായിരിക്കാം. അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അതിനെപ്പറ്റിയൊരു ധാരണ എനിക്ക് പോരാ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ പറയുന്നത് അപ്പം നമ്മൾ വലിയവർ ചെറിയ കുട്ടികളോട് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ അല്ല ചിലപ്പോൾ ഈ മനുഷ്യൻ്റെ മണം നമുക്കൊരു സ്മെല്ലുണ്ട്. ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ മനുഷ്യന്മാർക്കും ഓരോ സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് പക്ഷിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആ കൂട് ഉപേക്ഷിക്കും എന്ന് പറയുന്നതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അത് അങ്ങനെ ഉണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ പക്ഷികളെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഒരു കൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പോയിട്ട് ആ പക്ഷീൻ്റെ മുട്ടേന അല്ല അത് തന്നെ അടയിരുന്നോളും. അത് തന്നെ അടയിരുന്ന് കുട്ടികൾ ഉണ്ടാവുകയും ആ പക്ഷി തന്നെ അതിന് ആഹാരം കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്തോളും. നമ്മളതിൽ ഇടപെടുകയേ വേണ്ടതില്ല. പ്രത്യേകിച്ച് നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ചിലപ്പം എൻ്റെ കൂട് അടുത്ത് പോയി നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് പക്ഷീനെ ഒന്ന് പിടിക്കാം എന്നുള്ള ചില ആഗ്രഹങ്ങൾ തോന്നിയെന്ന് വരും. പക്ഷെ അങ്ങനെ തോന്നാൻ പാടില്ല. ആ പക്ഷികളെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടണം. അത് അതിൻ്റെ പ്രായമാകുമ്പം കുട്ടികൾക്ക് ചിറക് വന്ന് അത് പറന്നു പോയിക്കോളും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ പരമാവധി എടുക്കുകയും അതിൻ്റെ പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലിപ്പം ഞാനിപ്പോൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയല്ലേ. പക്ഷികളുടെ പലതരത്തിലുള്ള കൂടുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിൽ റിസർച്ച് പർപ്പസിന് അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ശ്രദ്ധിച്ച് വേണം. പക്ഷിയെ ഉപദ്രവിക്കാതെ ഒരു ഹൈഡ് അതിൽ മറയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നോ. ഈ പക്ഷികൾ വളരെ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ കൂടുണ്ടാക്കുന്ന ഒരു പക്ഷീനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ കൂട്ടിലേക്ക് പോകുന്നതോ വരുന്നതോ പരമാവധി ആരും കാണാത്ത രീതിയിലായിരിക്കും പക്ഷികൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. എന്നാലും നമ്മളിത് കണ്ടുപിടിക്കും അല്ലേ. കാരണം നമ്മൾക്ക് അവരെക്കാട്ടും ബുദ്ധിയുണ്ട് എന്നാണ് നമ്മളെ അഹങ്കാരം. അപ്പോൾ അത്തരത്തിൽ നമ്മളിത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പക്ഷീനെ ഉപദ്രവിക്കരുത്. അവരെ പാട്ടിനിടെ വളരെ ദൂരത്ത് നിന്ന് മാത്രം നമ്മളവരെ നിരീക്ഷിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യണം. ഓക്കെ ഡോക്ടറെ. ഓക്കെ. ഇനി പിന്നെ ഇപ്പൊ നമ്മുടെ കൂടെ VC ഉണ്ട്, ലതിക ടീച്ചർ ഉണ്ട്, പിന്നെ ശശി സാറുണ്ട്, പിന്നെ സ്നേഹ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ ഇവിടെ ശശികുമാർ സാറിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ബേർഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക ചെയ്താൽ അത് കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇല്ല വിഷ്ണു, വളരെ വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ശശിയേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അശ്വിൻ ഷാജി പിന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മോനെ? മാഡം ആയിപ്പോയതാ. ഓക്കെ. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മക്കളെ? ചോദിച്ചോ. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് സംശയം തീർത്തു തരാൻ. നിങ്ങളെ സംശയം തീർക്കാനുള്ള എക്സ്പേർട്ട് പാനൽ തന്നെ ശശികുമാർ സാറും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ചുരുക്കിയിട്ട് വല്ല അനുഭവങ്ങളും എക്സ്പീരിയൻസ് ആദ്യത്തെ 2 കുട്ടികൾ പറഞ്ഞ പോലെ വളരെ ചുരുക്കിയിട്ട്. ഇപ്പം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു, അപ്പോൾ
നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ല ദീപ ഡോക്ടർ? അതെ, നീള എന്തെങ്കിലും പറയാനുണ്ടോ? നീലൂട്ടി പറ. ഫുള്ള് പ്രാപ്പിടേനുണ്ട്. ആ പ്രാപ്പിടേന്റെ കൂട് ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി മറ്റു പക്ഷികളെ ഓടിക്കുന്നത് കണ്ടു. നല്ല ഒബ്സർവേഷൻ അതല്ലേ? ഈ കുട്ടി ആറളത്തുള്ള കുട്ടിയല്ലേ? അതെ അതെ. ആരോണിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആരോൺ എന്തോ കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇല്ല ടീച്ചറെ. നിളയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? ഹണി ബസാർഡ് ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഓലയിൽ വന്നിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ കുട്ടികൾ ആരാ ഉള്ളതെന്ന് എനിക്ക് ഈ പേരിന്ന് മനസ്സിലാവുന്നില്ല. മെയിൽ ID അല്ലേ കാണിക്കുന്നേ? അനൈന ഉറങ്ങിപ്പോയോ? ഓക്കെ ഓക്കെ. ഇല്ല, ഉറങ്ങിയിട്ടില്ല അല്ല. ഇല്ല. ഹലോ, അശ്വിൻ പറയും മോനെ. ഞാനിവിടെ തലശ്ശേരിയിൽ മണ്ണാത്തിപ്പുള്ളി കൂടെടുക്കുന്നത് കണ്ടിരുന്നു. കൂട് വെക്കുന്നതാ? വെക്കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു മരത്തിന്റെ തോല് പോലത്തെ എന്തോന്ന് കൊത്തിക്കൊണ്ടുവന്നത് കണ്ടിരുന്നു. ഓക്കെ, അത് എങ്ങോട്ടേക്കാ കൊണ്ടുപോയത്? ഒരു വീട്ടിലെ എയർ ഹോളില്. ഓക്കെ ഓക്കെ. അത് എഴുതണേ നമ്മുടെ ബ്രീഡിംഗ് ഒബ്സർവേഷനിൽ. എഴുതാം. ഓക്കെ. ബുൾബുൾ ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറി വരാറുണ്ട്. ബുൾബുളിന് അങ്ങനെയാണ്, പേടി കുറവാണ്. ലതിക ടീച്ചറെ. അനൈന പറയും. ഇടക്കിടക്ക് വെള്ളക്കല്ല് ഇലയുടെ ഇതിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നതും കണ്ടിട്ടുണ്ട്. ചിലപ്പോ വണ്ണം മുട്ടത്തിടുന്നതും കണ്ടിട്ടുണ്ട്. കാക്ക എന്താ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. വെളുത്തുകളി കളിയില കൊണ്ട് കാക്ക ഒളിപ്പിച്ച് വെക്കുന്നതും കണ്ട്. ഓക്കെ, കരിയില കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുക. ഓക്കെ ഓക്കെ. ലതിക ടീച്ചറെ, ടീച്ചർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കോ എന്നാല്? നന്ദി പറയാനാ? അല്ല, ടീച്ചർക്ക് പറയാനുള്ളതും കൂടി പറഞ്ഞിട്ട് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ. ഞാനിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച കൊളാവി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അമീന്റെ കൂടെ. അപ്പൊ അമീനിന് ഞാൻ എയർഷിപ്പ് റീനിയുടെ കോഡ്ഷിപ്പ് ഡിസ്പ്ലേ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നൊരു 6 എണ്ണം ഉണ്ടായിരുന്നു. ഒരു 3 പെയർ ആയിട്ട് ഒരു 6 എണ്ണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ആ നെസ്റ്റിങ്ങിന്റെ ടൈം ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പോ ചെമ്പോത്ത്, ടൈലർ ബേർഡ്, ഇതിന്റെ ഒക്കെ നെസ്റ്റിംഗ് ടൈമാണ്. അപ്പൊ അത് കുട്ടികൾക്ക് ചുറ്റുപാടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ കുട്ടികള് ഇപ്പോ സ്കൂള് തുറന്നിട്ടുണ്ടാവും, എന്നാലും രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും ചുറ്റുപാടുകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ
സ്വയം ആർജിക്കുന്ന കഴിവുകൾ അത് കൂട്ടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വേറൊന്നും പറയാനില്ല. ജിഷ്ണുവിന്റെ ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോ പങ്കെടുത്ത കുട്ടികൾക്കും അതുപോലെ ക്ലാസ് എടുത്ത ജിഷ്ണുവിനും മറ്റ് പിന്നെ VC ശശി സാറ്, പിന്നെ സ്നേഹ, ലതിക ടീച്ചർ, എല്ലാവർക്കും നന്ദി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night.